വടക്കാഞ്ചേരിയിൽ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. റോഡിൽ കിടക്കുന്നത് കണ്ട് പോലീസിനെ വിവരമറിയിച്ചത് നാട്ടുകാർ. മകൾ ക്രൂരമായി മർദ്ദിച്ചതായി വയോധിക. നാട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിന് പ്രധാന റോഡ് പൊളിക്കൽ ആരംഭിച്ചു. ജനകീയ സമിതി നടത്തിയ പ്രതിഷേധം സംഘർഷത്തിനിടയാക്കി. ഇരടിയം തട്ടിപ്പിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത്. ഇരടിയം ബിസിനസിൽ 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പൂമംഗലം സ്വദേശി. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചുരങ്ങരയിൽ വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തി. പാലപ്പള്ളി മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി പീറ്ററാണ് മരിച്ചത്. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായി 2 പേർക്ക് പരിക്ക്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. മകൾ ക്രൂരമായി മർദ്ദിച്ചതായും പരാതിയുണ്ട്. വടക്കാഞ്ചേരി കൊടുമ്പ് പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന 68 വയസ്സുള്ള തങ്കു എന്ന് വിളിക്കുന്ന കാളിയെയാണ് മക്കൾ ഉപേക്ഷിച്ചത്. മകനും മകളുമായി 2 മക്കളാണ് കാളിക്കുള്ളത്. മകൻ രാജൻ തെക്കങ്കരയിലും മകൾ രജനി ചെറുതുരുത്തിയിലുമാണ് താമസിക്കുന്നത്. കാളി കൊടുമ്പിലെ വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. അസുഖബാധിതരായതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് മകൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനിടയിൽ കട്ടിലിൽ നിന്ന് വീണ് കാളി കിടപ്പിലായി. കിടന്ന് മലവിസർജനം നടത്തിയെന്ന് പറഞ്ഞാണ് മകൾ കാളിയെ മർദ്ദിച്ചത്. ഇതിനുശേഷം ആരെയും അറിയിക്കാതെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊടുമ്പിലെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി ഉപേക്ഷിച്ചുപോയി. ഭക്ഷണം കിട്ടാതെയും വേദന കൊണ്ടും ബുധനാഴ്ച വൈകിട്ട് റോഡിലേക്ക് നിരങ്ങി. ഇഴഞ്ഞു വന്നപ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത്. വാർഡ് മെമ്പർ കെ ബി ബബിത സ്ഥലത്തെത്തി മക്കളെ വിവരമറിയിച്ചുവെങ്കിലും മോശമായ രീതിയിലാണ് പ്രതികരിച്ചതെന്ന് പറയുന്നു. തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അവര് ഉച്ച മുതലേ ഇവിടെ ഈ റോഡ് സൈഡിന് വീടിന്റെ മതിലുമ കിടക്കാണ്. അപ്പൊ അത് വൈകിട്ടും ഇതുവരെ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നാട്ടുകാർ കണ്ടിട്ട് നമ്മളെ 6 മണിയാകുമ്പോൾ വിവരം അറിയിച്ചത്. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അവർ അത്രയും ആവശ്യം നല്ലതായിട്ടാണ് കിടക്കണത്. അപ്പൊ ഞാൻ 2 മക്കളെയും വിളിച്ചു. ആദ്യം മോനെ വിളിച്ചത്. മോനെ വിളിച്ച് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ മരിയോളാണ് ഫോൺ എടുത്തത്. അപ്പൊ മരിയോളയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവര് പറയണത് അവർക്ക് വരാൻ പറ്റില്ല, മോളുടെ കല്യാണമാണ്, അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, മോളെ വിളിച്ചോ, ഞങ്ങൾ വരാൻ പറ്റില്ല, നിങ്ങൾ നിയമത്തിന്റെ വഴിക്ക് എന്താന്ന് വെച്ചാൽ പൊക്കോന്നാ പറഞ്ഞത്. മോളെ വിളിച്ചപ്പോൾ മോള് പറയണത് ഞാൻ 2 ആഴ്ചയായിട്ട് ഞാൻ എന്നെ നോക്കിയിരുന്നത്, അവരിവിടെ നോക്കും തോറും നമ്മളെ ഉപദ്രവിക്കുകയാണ്, അതുപോലെ തെറി പറയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ മോള് ഇന്നലെ അവിടെ വൈകിട്ട് വീട്ടിൽ കൊടുന്നിറക്കിയത്. അപ്പൊ നമ്മള് 2 പേരും നോക്കണില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് അറിയിച്ചു. സ്റ്റേഷനിലേക്ക് അറിയിച്ചപ്പോൾ 2 പേര് നമ്പറും കൊടുത്തു. ഇപ്പൊ അവര് വിളിച്ചപ്പോൾ പറയുന്നത് മോളും മോനും ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം. അത്രയും ആവശ്യം നിലയായിട്ട് കിടക്കണ അത്രയും വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ നാട്ടുകാരും നമ്മളും ഒപ്പം നിന്നിട്ടാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനായിട്ട് അറിയിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിന് പ്രധാന റോഡ് പൊളിക്കൽ ആരംഭിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 വട്ടം കരാർ കമ്പനി നടത്തിയ ശ്രമങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത നേതൃത്വം നൽകുന്ന ജനകീയ പ്രതിരോധ സമിതിക്കാർ തടഞ്ഞുവെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. സമിതി ഭാരവാഹികൾ തൃശൂരിൽ കളക്ടറെ കണ്ട് മടങ്ങിയെത്തുന്നതിന് മുൻപ് 5ാമത്തെ ശ്രമത്തിൽ ദേശീയപാതയുടെ എറണാകുളം തൃശൂർ റൂട്ടിലുള്ള പ്രധാന റോഡിന്റെ ഭാഗം പൂർണ്ണമായും പൊളിച്ചിട്ടു. ഇതോടെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ടു. ചൊവ്വാഴ്ച രാത്രി മെയിൻ റോഡ് പൊളിച്ച ഉദ്യോഗസ്ഥരുടെ നീക്കം ജനകീയ പ്രതിരോധ സമിതി തടഞ്ഞു. ഇരുവശങ്ങളിലെയും സർവീസ് റോഡുകൾ പൂർത്തീകരിച്ച ശേഷമേ പ്രധാന റോഡ് പൊളിക്കുകയുള്ളൂവെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന ഉറപ്പ് ലംഘിച്ചതോടെയാണ് ജനകീയ സമിതി പ്രതിഷേധം ശക്തമാക്കിയത്. വീണ്ടും ബുധനാഴ്ച പുലർച്ചെ 4-ന് 20 മീറ്റർ ദൂരത്തിൽ JCB ഉപയോഗിച്ച് ടാറിംഗ് പൊളിക്കുകയും ചെയ്തു. നാട്ടുകാർ എതിർത്തതിനെ തുടർന്ന് തിരിച്ചുപോയ ഉദ്യോഗസ്ഥർ പിന്നീട് കൂടുതൽ സന്നാഹങ്ങളുമായി എത്തിയതോടെ പ്രതിഷേധം വീണ്ടും ശക്തമായി. പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, സമിതി കൺവീനർ PP ബാബു തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇതിനിടെ കൊരട്ടി SHO അമൃതരംഗൻ സ്ഥലത്തെത്തി ഇരുവിഭാഗവുമായി ചർച്ച നടത്തി. പ്രശ്നം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതുവരെ നിർമ്മാണ പ്രവർത്തനം നിർത്താമെന്ന് ധാരണയിലുമെത്തി. മുരിങ്ങൂർ ജംഗ്ഷനിൽ ബോക്സ് മോഡൽ അടിപ്പാതയ്ക്ക് പകരം 5.5 മീറ്റർ ഉയരത്തിൽ സ്പാൻ അടിപ്പാതയാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത പറഞ്ഞു.
സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റു പണികൾ ആരംഭിക്കാവൂ എന്ന് പറയുകയും നാഷണൽ ഹൈവേ അതോറിറ്റി അത് സമ്മതിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഒരു 5.5 മീറ്ററെങ്കിലും ഉയരമുള്ള സ്പാൻ ഇട്ടിട്ടുള്ള പാലമാണ് ആവശ്യം എന്നുള്ള കാര്യത്തിൽ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെയും കൃത്യമായി വിവരം അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു ടേണിംഗ് റേഡിയസ് എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബോക്സ് കൾവേർട്ട് ആണെങ്കിൽ ടേണിംഗ് റേഡിയസ് കുറവായതുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ പ്രപ്പോസൽ എന്ന നിലയ്ക്ക് സ്പാനുള്ള പാൻ വേണമെന്ന് പറഞ്ഞിരുന്നത്. വളരെ ആസൂത്രിതമായി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതുമൂലം ഈ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല, കേരളത്തിലെ ഈ ഹൈവേ കൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഏപ്രിൽ 4 ഹൈക്കോടതി കേസ് വാദം കേൾക്കുന്നതുവരെ ദേശീയപാത പൊളിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MS സുനിത പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. ഇറിഡിയം തട്ടിപ്പിൽ പോലീസിൽ കൂടുതൽ പരാതികളെത്തി. ഇറിഡിയം ബിസിനസ്സിൽ 1 കോടി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. പൂമംഗലം കൽപ്പറമ്പ് സ്വദേശിനി ജാസ്മിനാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇറിഡിയം ലോഹ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിക്ഷേപം നടത്തിയാൽ വൻ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞാണ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ തട്ടിപ്പിന് നേതൃത്വം നൽകിയ കയ്പമംഗലം സ്വദേശി ഹരിസ്വാമിക്കും 2 സ്ത്രീകൾക്കെതിരെയും ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരുന്നു. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടിയിലെ ചിറങ്ങര, മംഗലശ്ശേരി പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തി. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച കൂട് സ്ഥാപിക്കാൻ തീരുമാനമായി. വാഴച്ചൽ DFO R ലക്ഷ്മി പറഞ്ഞു, കോതമംഗലത്തു നിന്നും കനം കുറഞ്ഞ കൂടാണ് ചിറങ്ങരയിൽ സ്ഥാപിക്കുന്നത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷനിൽ കിടക്കുന്ന കൂട് അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉടനെത്തിക്കും. കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലും അസാധാരണമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് DFO പറഞ്ഞു. ഇതിനിടെ വ്യാജ വാർത്തകൾ വ്യാപകമായതോടെ പുലിഭീതിയിലാണ് ചിറങ്ങര പ്രദേശം. ചൊവ്വാഴ്ച രാത്രിയിലും പുലിയെ കണ്ടെന്ന പ്രചരണമുണ്ടായി. വന്യമൃഗങ്ങളുടെ പേരിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാഴച്ചൽ DFO കൊരട്ടി പോലീസിനോട് ആവശ്യപ്പെട്ടു. പുതുക്കാട് മണ്ഡലത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണം പതിവായ സാഹചര്യത്തിൽ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ യോഗം വിളിച്ചു ചേർത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര, പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ജനവാസ മേഖലകളിൽ വന്യജീവി സാന്നിധ്യം ഒഴിവാക്കുന്നതിനായി വിവിധ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നബാർഡ് ധനസഹായത്തോടെ നടപ്പിലാക്കുന്നതിനായി 3 കോടി രൂപയുടെ പ്രൊപ്പോസൽ അടിയന്തരമായി സമർപ്പിക്കുന്നതിന് മന്ത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഈ മാസം 27-ാം തീയതി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രത്യേക യോഗം ചേരുവാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാറ നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 5:30 ദേശീയപാത പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പീറ്ററിനെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ പീറ്ററാണ് കാർ ഓടിച്ചിരുന്നത്. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഡോക്ടർ സൂസൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ ചിറ്റാട്ടുകര 4 പരിക്കൽ വീട്ടിൽ സന്ദീപ്, അതിഥി തൊഴിലാളി എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ കുണ്ടന്നൂർ പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാരും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ ടോറസും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ മലപ്പുറം സ്വദേശി തൈക്കൂട്ട് മച്ചിങ്ങൽ സുരേഷിന്റെ മക്കളായ വിജയ് കൃഷ്ണൻ, അജയ് കൃഷ്ണൻ, ഗുരുവായൂർ കുന്നംപറമ്പിൽ അഭിഷാന്ത്, പുന്നയൂർക്കുളം സ്വദേശി അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂർ അത്താണി സെന്ററിലായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് കാർ തിരിഞ്ഞ ഉടനെ എതിരെ വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് കാറിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. കാറിൽ നിന്ന് റോഡിൽ ചോർന്ന ഓയിൽ ഫയർഫോഴ്സ് എത്തി കഴുകി വൃത്തിയാക്കി. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു.
ആറാട്ട് സദ്യയുടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദകൂട്ട് സമാപിച്ചു. 4 ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്നിരുന്ന പൊതുപകർച്ച ഉത്സവബലി ദിവസമായ തിങ്കളാഴ്ച സമാപിച്ചിരുന്നു. കഴിഞ്ഞ 9 ദിവസങ്ങളായിരുന്നു ലക്ഷത്തോളം പേർ പ്രസാദകൂട്ടിൽ പങ്കെടുത്തത്. പകർച്ചയിൽ 5 ലക്ഷത്തിലധികം പേരും പങ്കുകൊണ്ടു. ഗുരുവായൂരപ്പന് ആറാട്ടിന് അഭിഷേകം ചെയ്യുവാനുള്ള ഇളനീരുമായി പതിവ് തെറ്റിക്കാതെ കിട്ടിയുടെ പിന്മുറക്കാരെത്തി. കിട്ടിയുടെ കുടുംബാംഗങ്ങളായ 20-ലേറെ പേരാണ് അഭിഷേകത്തിനുള്ള ഇളനീരുമായി എത്തിയത്. കിഴക്കേ നടപ്പുരയിലെ ഗേറ്റിന് മുൻപിലെത്തിയ ഇരിങ്ങപ്പുറം തമ്പുരാൻ പടിക്കൽ കിട്ടിയുടെ കുടുംബാംഗങ്ങളെ ദേവസ്വം അധികൃതർ നിറവറയും നിലവിളക്കും ഒരുക്കി സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഭദ്രദീപം തെളിയിച്ചു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ച ശേഷം നാമജപ ഘോഷയാത്രയായി നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രത്തിനകത്ത് ഇളനീരുകൾ സമർപ്പിച്ചതോടെ ആചാരം പൂർത്തിയായി. കൊരട്ടി വാളൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിന് മുൻവശം പറമ്പിൽ നിന്നും 3 കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കണ്ടെടുത്തു. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കേസെടുത്തത്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അന്നമനട പഞ്ചായത്തിൽപ്പെട്ട കെട്ടിടത്തിലെ താമസക്കാരായ തൊഴിലാളികൾ വലിച്ചെറിഞ്ഞ വിത്തുകൾ മുളച്ചതാകാം കഞ്ചാവ് ചെടികൾ വളർന്ന് വന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം ശക്തമാക്കാൻ ആക്ഷൻ കൌൺസിൽ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് വിശദീകരണ പൊതുയോഗം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്തിലെ 2 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്താണ് അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് എന്ന പേരിൽ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന പ്ലാന്റിന് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തന ലൈസൻസ് അനുവദിച്ചിട്ടുള്ളതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. സെക്രട്ടറിയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭരണസമിതി പ്ലാന്റിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകി അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമായാണ് ആക്ഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നതിനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെയും CPM നേതാക്കളുടെയും ആരോപണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി CU അബൂബക്കർ, ചെയർമാൻ KM ഫലലുള്ള, കൺവീനർ സുഭാഷ് പാറപ്പുറം, എക്സിക്യൂട്ടീവ് അംഗം മുസ്തഫ കുറ്റിയിൽ എന്നിവർ പങ്കെടുത്തു. ഹൈക്കോടതിയിൽ കക്ഷിയേറുകയും ചെയ്യുകയുണ്ടായി. ആ എല്ലുകൾ അല്ലെങ്കിൽ കോഴി മാലിന്യങ്ങൾ അത് ഉരുക്കാൻ വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുണ്ട്. ആ കെമിക്കലിന്റെ വെള്ളം മണ്ണിലേക്ക് വന്നാൽ കിണറുകൾ മലിനമാകും. കിണറ്റിലെ കുടിവെള്ളം മുഴുവൻ മലിനമാവുകയും രോഗാണുക്കൾ മണ്ണിലൂടെ സമൂഹത്തിലേക്ക് പടരുന്നൊരു സ്ഥിതി ഉണ്ടാകും. അന്തരീക്ഷവും വികൃതമാകും, മണ്ണും വികൃതമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നടത്തി. അളകപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര പള്ളിക്കുന്ന് പള്ളി വികാരി ഫാദർ ജോർജ് അടക്കളത്തൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു. 1000-ലേറെ വിശ്വാസികൾ പങ്കെടുത്ത പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വർഗീസ് സൂക്കൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് നടന്ന ശ്രാദ്ധകൂട്ടിൽ 10,000-ഓളം പേർ പങ്കെടുത്തു. തിരുശേഷിപ്പ് വണങ്ങുന്നതിനായുള്ള സൗകര്യങ്ങൾ പിതാപാതയിൽ ഒരുക്കിയിരുന്നു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധന കുടുംബത്തിന് നിർമ്മിച്ച 2ാമത്തെ കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് നടന്നു. തീർത്ഥാടന കേന്ദ്ര വികാരി ഫാദർ ഡേവിസ് ചിറയത്ത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ സംഘടിപ്പിച്ച സാംസ്കാരിക യാത്രയും പൊതുസമ്മേളനവും നാടിന്റെ ഒത്തുചേരലായി മാറി. നഗരസഭ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച സാംസ്കാരിക റാലി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ സ്മാരക ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ, ചേരമാൻപള്ളി ഖത്തീബ് അബ്ദുൾ അസീസ് നിസാമി, കിഡ്സ് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനി മോൾ, നഗരസഭ വൈസ് ചെയർമാൻ VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോട്ടപ്പുറം കിഡ്സ് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ നാടകം അവതരിപ്പിച്ചു. എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മഹല്ല് കമ്മിറ്റിയുടെ ലഹരി വിമുക്ത ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പയിൻ മഹല്ല് ഖത്തീബ് അത്തീബുർ റഹ്മാൻ ബാഖവി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരേങ്ങൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ ക്ലാസ് എടുത്തു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, ത്വാഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുഹസിൻ ഹാഷിമി എന്നിവർ സംസാരിച്ചു. ഈ ഭൂമിയിൽ ഈ ലഹരിക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കുഴിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു. മാർച്ച് പോലീസ് തടഞ്ഞതോടെ നേതാക്കളും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. DCC സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി, DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, നേതാക്കളായ സുനിൽ P മേനോൻ, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ശക്തിനെതിരെ കാലഘട്ടത്തിൽ ഓയിൽ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടുമ്പോഴും ആത്മാർത്ഥമായ ഒരു സമീപനം, ഒരു പരുക്കൻ സ്വഭാവമാണെങ്കിലും ആത്മാർത്ഥതയോടെ ആരെയും അംഗീകരിക്കാതെ അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റ നിലയിൽ തൊഴിലാളികൾക്ക് ലഭിച്ച കടൽ പക്ഷി കരയിൽ അതിഥിയായെത്തി. 35 നോട്ടിക്കൽ മൈൽ അകലെ വലയിടുകയായിരുന്ന വള്ളക്കാൾക്കാണ് മാസ്കഡ് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ ലഭിച്ചത്. പറക്കാൻ കഴിയാതായ പക്ഷിയെ തൊഴിലാളികൾ മടക്കയാത്രയിൽ കൂടെ കൂട്ടുകയായിരുന്നു. പക്ഷിയെ വനംവകുപ്പിന് കൈമാറുവാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ബ്ലൂ ഫേസ്ഡ് ബൂബി എന്നറിയപ്പെടുന്ന കടൽ പക്ഷി ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് വ്യാപകമായി കാണപ്പെടുന്നത്. കടലിൽ മുങ്ങി മത്സ്യങ്ങളെ പിടിക്കുന്ന ഇവ ഉഷ്ണമേഖലാ ദ്വീപുകളിലാണ് കൂടുകൂട്ടുന്നത്. പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബാസ്റ്റിൻ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റിജോ വിധേയത്തിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ തേജസ് കുന്നപ്പള്ളി സഹകാർമ്മികനായി. തുടർന്ന് നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ലിയോ പുത്തൂർ, കൈക്കാരന്മാരായ അന്തിക്കാട് വിൻസൻ, ചുറയത്ത് ആൻസൺ, ആളൂർ ലേവി, ജനറൽ കൺവീനർ ജോജു അയ്യങ്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം തോട്ടുങ്ങൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് KA സുലൈമാൻ ഹാജി അധ്യക്ഷനായി. മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അഷ്റഫി, മദ്രസ സെക്രട്ടറി KM നിഷാദ്, VM യൂസഫ്, PK ഹനീഫ ഹാജി, EB അബ്ദുൾ റസാഖ് ഹാജി, KS അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ ജീവിതമാണ്, അവർ ജീവിതം സമർപ്പിക്കുകയായിരുന്നു.
സമ്പൂർണ്ണ ഭവന നിർമ്മാണം, ആരോഗ്യ സാമൂഹ്യക്ഷേമം, പശ്ചാത്തല സൗകര്യ വികസനം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി കൊടകര പഞ്ചായത്തിൽ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഭരണസമിതി യോഗം അംഗീകരിച്ചു. 38,79,59,644 രൂപ വരവും 36,97,61,764 രൂപ ചെലവും 1,75,97,880 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് KG രജീഷാണ് അവതരിപ്പിച്ചത്. പാർപ്പിട മേഖലയ്ക്ക് 8,25,55,200 രൂപയും കാർഷിക മേഖലയ്ക്ക് 1,07,44,375 രൂപയും റോഡ് വികസനം, പരിപാലനം എന്നിവയ്ക്കായി 3,52,50,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാൾ ആചരണത്തിന് ആയിരങ്ങളെത്തി. ദ്വീപലിക്ക് ഫാദർ ബിൽജു വാഴപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബെന്നി കിടങ്ങൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോൺ പുത്തൂർ സഹകാർമ്മികനായി. കുട്ടികൾക്ക് ആദ്യ ചോറൂൺ, അടിമയിരുത്തൽ, ലില്ലിപ്പൂവ് സമർപ്പണം, നേർച്ചൂട്ട് എന്നിവ ഉണ്ടായി. തീർത്ഥകേന്ദ്രം ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ എന്നിവർ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തീർത്ഥകേന്ദ്രം പാരിഷ് ഹാളിൽ നടന്ന നേർച്ചയൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ KJ വിൻസെന്റ്, OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, കൺവീനർ ഡേവിസ് തെക്കേക്കര തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭാഗ്യനിധി സ്കീം പ്രകാരം വാഗ്ദാനം ചെയ്ത സംഖ്യ നൽകാതിരുന്നതിനെ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാർക്ക് അനുകൂല വിധി. നടത്തറ സ്വദേശിനി ചീരക്കുഴി വീട്ടിൽ മീനു സേവ്യർ, അമ്മ MD ബീന എന്നിവർ ചേർന്ന് ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ നടത്തറ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറിക്കെതിരെ വിധിയായത്. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ചാവക്കാട് നഗരസഭ 9-ാം വാർഡിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ദിൽറഹാൻ ചികിത്സാ സഹായ ഫണ്ട് 2,55,000 രൂപ കുടുംബത്തിന് കൈമാറി. ചാവക്കാട് മുതുവട്ടൂർ സ്വദേശി ദിഷീബിന്റെ മകനും ചാവക്കാട് ഗവൺമെന്റ് HSS+2 വിദ്യാർത്ഥിയുമായ ദിൽറവാൻ രക്താർബുദ ക്യാൻസർ ബാധിച്ച് RCCയിൽ ചികിത്സയിലാണ്. കാർഡ് തെറാപ്പി ചികിത്സ നടത്തിയാൽ മാത്രമേ രോഗം പൂർണ്ണമായും ഭേദമാവുകയുള്ളൂ. 43 ലക്ഷം രൂപയോളം ചെലവ് വരും. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജ പ്രശാന്ത് ചെക്ക് കുടുംബത്തിന് കൈമാറി. പ്രതിപക്ഷ നേതാവ് KV സത്താർ, ചീരോത്ത് അജിത് കുമാർ, CM സതീഷ്, AV സുരേഷ്, AV സജീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തലപ്പള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദി കേരള ബാങ്ക് വടക്കാഞ്ചേരി ബ്രാഞ്ചിന് മുൻപിൽ ധർണ നടത്തി. സഹകാരികൾക്ക് ദോഷകരമാകുന്ന സഹകരണ ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കുക, കേരള ബാങ്കിന്റെ അശാസ്ത്രീയമായ പലിശ നിരക്ക് സംവിധാനം പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജനാധിപത്യ വേദി തലപ്പള്ളി താലൂക്ക് ചെയർമാൻ KC ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ E വേണുഗോപാല മേനോൻ, ബിജോയ് ബാബു, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊടകര ബ്ലോക്ക് തല തൊഴിൽമേള തലൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഭദ്ര മനു, MB സജിൻ, പഞ്ചായത്ത് അംഗം ട്രീസ ബാബു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, അളകപ്പനഗർ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ U സലിൽ എന്നിവർ സംസാരിച്ചു. മേലൂർ ശാന്തിപുരത്ത് വീട്ടിൽ അഗ്നിബാധ. ടിവിയും സ്റ്റാൻഡും കത്തിനശിച്ചു. അയ്യങ്കുളം ചന്ദ്രന്റെ വീട്ടിലായിരുന്നു സംഭവം. സ്വിച്ച് ബോർഡിൽ ഘടിപ്പിച്ചിരുന്ന കേബിളിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പടർന്നത്. ചന്ദ്രനും കുടുംബവും വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു അപകടം. അയൽവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇനി സ്വർണ്ണവില പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,290 രൂപ, പവന് 66,320 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,479 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. റോഡിൽ കിടക്കുന്നത് കണ്ട് പോലീസിനെ വിവരമറിയിച്ചത് നാട്ടുകാർ. മകൾ ക്രൂരമായി മർദ്ദിച്ചതായി വയോധിക. നാട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിന് പ്രധാന റോഡ് പൊളിക്കൽ ആരംഭിച്ചു. ജനകീയ സമിതി നടത്തിയ പ്രതിഷേധം സംഘർഷത്തിനിടയാക്കി. ഇറിഡിയം തട്ടിപ്പിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത്. ഇറിഡിയം ബിസിനസിൽ 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പൂമംഗലം സ്വദേശിനി. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചുരങ്ങരയിൽ വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തി. പാലപ്പള്ളി മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി പീറ്ററാണ് മരിച്ചത്. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.